നല്ല കാര്യമാണ്. വിലക്കുറവുണ്ട്. വളരെ നല്ല കാര്യം. വളരെ നല്ല കാര്യമാണ്. എല്ലാവർക്കും കൊടുക്കണം, എല്ലാവരും വാങ്ങിക്കണം. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ എത്രമാത്രം കരുതുന്നു എന്ന് ഉള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഈ പദ്ധതി വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. സാധാരണക്കാർക്ക് ആശ്വാസമായി കേവലം 29 രൂപ നിരക്കിൽ കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി ഇന്ന് കുറത്തിക്കാട് ജംഗ്ഷനിലും എത്തുകയുണ്ടായി. രാവിലെ 7 മണി മുതൽ കുറത്തിക്കാട് ജംഗ്ഷനിൽ ഭാരത് റൈസ് അരി വിതരണം ഉണ്ടായിരിക്കുമെന്നറിഞ്ഞ് നിരവധി സാധാരണക്കാരാണ് കുറത്തിക്കാട് ജംഗ്ഷനിൽ 7 മണിക്ക് മുന്നേ തടിച്ചുകൂടിയത്. നമുക്കറിയാം, സാധാരണക്കാർ നിത്യോപയോഗ സാധനങ്ങൾ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ അനവധി നടപ്പിലാക്കാറുണ്ട്. ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങൾ ഇത് ദ്രുതഗതിയിൽ നടക്കുമ്പോൾ കേരളത്തിൽ ഇതിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറത്തിയാട് ജംഗ്ഷനിലേക്ക് ഇതിന് ചുമതല വഹിക്കുന്ന വിനീത് ചന്ദ്രനും സുധീഷ് ചാങ്കോരും ശ്രീമതി അംബിക ദേവിയും ജയരാജും വിഷ്ണുവും വിജയൻജിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഭാരത് റൈസ് എത്തിച്ചേരുകയുണ്ടായി. ഈ പദ്ധതികൾ വളരെ വിശാലമായിട്ടും മറ്റ് ഗ്രാമങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇന്ന് ഭാരത് റൈസ് ഇവിടെ എത്തിയെങ്കിൽ വരും ദിവസങ്ങളിൽ മറ്റു ധാന്യങ്ങളും മുഴുവൻ ഗ്രാമങ്ങളിൽ ജനങ്ങളുടെ മുമ്പിലേക്ക്, അവരുടെ വീടിൻ്റെ മുൻപിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ഇവിടെ എത്തിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഇതിന് നേതൃത്വം കൊടുത്ത വിനീത് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പദ്ധതി വളരെ വിജയമാക്കിയ എല്ലാ ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. കേരള സർക്കാരിൻ്റെ ദുർഭരണം നിമിത്തം നമ്മുടെ സപ്ലൈകോകളിലും സ്റ്റോറുകളിലും ഒന്നും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ ഭാരത് റൈസ് നരേന്ദ്രമോദിജി അതിനൊരു പ്രചോദനം കൊടുത്തുകൊണ്ട് ഭാരത് റൈസ് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ആ റൈസിൻ്റെ വണ്ടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്ക് 29 രൂപ നിരക്കിൽ ഈ അരി ലഭിക്കുമ്പോൾ അതൊരു ആശ്വാസമായി ജനങ്ങൾ കണക്കാക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ ധാന്യങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും എല്ലാം നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഓരോ പഞ്ചായത്തുകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ ഈ ഭാരത് റൈസിൻ്റെ വിതരണം ഏറ്റവും അഭിമാനകരമായിട്ട് തന്നെയാണ് കുറത്തിയാട് ജംഗ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വിലക്കയറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി കിലോ 29 രൂപയ്ക്കാണ് ഈ അരി വിതരണം നടക്കുന്നത്. ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ നേരിട്ട് ഇത് നടപ്പിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. കാരണം പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് എന്ന് കരുതിക്കൊണ്ട്, സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് കരുതിക്കൊണ്ട് പല കാര്യങ്ങളും നടപ്പിലാക്കാത്ത ഒരു സ്ഥിതിവിശേഷമുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. ഇവിടെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ടാണ് ഈ ഭാരത് റൈസ് ഇന്ന് ഈ കുറത്തിയാടിൻ്റെ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മുൻപ് സൂചിപ്പിച്ച പോലെ ഈ പദ്ധതിയെ ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതി വിതരണമാണ് എന്ന് മാത്രമാണ്. എന്നാൽ അതിന് കൃത്യമായ മറുപടിയാണ് ഇലക്ഷന് ശേഷവും കേരളത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് നൽകുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇന്ന് തെക്കേക്കര പഞ്ചായത്തിൽ ഈ പദ്ധതി വിതരണം ഇവിടെ നടത്തിക്കൊണ്ട് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതൊന്നും രാഷ്ട്രീയപരമായിട്ടുള്ള പദ്ധതികൾ മാത്രമല്ല, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ എത്രമാത്രം കരുതുന്നു എന്ന് ഉള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഈ പദ്ധതി വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഏതായാലും ഈ പദ്ധതി വലിയ വിജയമാക്കുന്നതിന് വേണ്ടി സഹകരിക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.